അയാളെ കുറിച്ച് ആദ്യം കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കട്ടെ. എടാ, അയാൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. അയാളെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. അതെ, യഥാർത്ഥ ഡോൺ ആരാണെന്ന് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പണി എളുപ്പമാവും. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. പിന്നെ ബാക്കിയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. എടാ, അതെ, നീ പോകാന്നിടത്തോളം മുന്നോട്ട് വയ്ക്കൂ. ഞങ്ങൾ ഇടയ്ക്ക് നിന്നെ ഒന്ന് കണ്ടോളൂ. നിയമലംഘനമാണ് ഞാൻ നടത്തുന്നത്. പക്ഷേ നല്ലതിനു വേണ്ടി ആയതുകൊണ്ടാ ഞാൻ പലപ്പോഴും കൂട്ടിയിരിക്കുന്നത്. ഞങ്ങളും അങ്ങനെയാ ചിന്തിക്കുന്നത്. പക്ഷേ എന്റെ ശത്രു നേരായ മാർഗത്തിലൂടെയല്ല ഒന്ന് നേടാൻ ശ്രമിക്കുന്നത്. എടാ, ഇവനെ 2 തവണയാണ് അവരെ ട്രാപ്പിലാക്കാൻ നോക്കിയത്. ഇവന്റെ മുത്തശ്ശൻ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ഇവനിപ്പോ ദുബായിലെ ജയിലിലായിരുന്നേനെ. പോലീസുകാരും ചില നേരത്തിന്റെ സഹായം തേടുന്നുണ്ട്. അതുകൊണ്ട് അവരാരും എന്നെ ഹിറ്റ് ലിസ്റ്റ് പെടുത്തിയിട്ടില്ല. നിങ്ങൾ പേടിക്കണ്ട. ഈ ഡേവിഡിന്റെ സോഴ്സ് ഞാൻ കണ്ടെത്തിക്കോളാം. അയാളെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ അതിനും വഴിയുണ്ട്. എന്നാ ശരി, ഞങ്ങൾ എന്തായാലും ഇടയ്ക്ക് നിന്നെ കാണാൻ വരാം. ആർച്ചേ, പോവാം. എന്നാ ശരി. ശരി, ഓക്കെ. കിരണേ, നീ ഒരു കാര്യം ഉറപ്പിച്ചോ. ഈ സ്വർണ്ണ ബിസിനസ്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആളാണ് ഈ ഡേവിഡ്. അത് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉൾപ്പെടെ മറ്റു പല മേഖലയിലുമാണ് കൈവച്ചിരിക്കുന്നത്. സ്വർണ്ണത്തിന്റെ ബിസിനസ്സിലേക്ക് അയാൾ വന്നത് ഈ അടുത്ത കാലത്താ. അങ്ങനെ വന്ന ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ദുബായിലും കേരളത്തിലും ഇങ്ങനെ വളരാൻ പറ്റുമോ? അത് പ്രയാസമാണ്. പണമുണ്ടെങ്കിൽ എന്തും നടക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്വർണ്ണ ബിസിനസ്സിലും അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഒക്കെ ട്രസ്റ്റ് വലിയൊരു ഘടകമാണ്. അത് നേടിയെടുക്കാൻ ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും വേണം. എടാ, അങ്ങനെയുള്ളവര് വെറും 2 വർഷം കൊണ്ട് ജ്വല്ലറി ഈ നിലയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ദുബായില് ഈ 2 വർഷവും ഇവിടെ ഏം ജ്വല്ലറി ലോഞ്ച് ചെയ്തിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. ജ്വല്ലറി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ തന്നെ സമയമായിട്ടില്ല. അവിടെ മുങ്ങി താണിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഒരു ജ്വല്ലറി പേരെടുക്കാൻ വേണ്ടി എത്രമാത്രം റിസ്ക് ഉണ്ടെന്ന്. പ്രത്യേകിച്ച് കോമ്പറ്റീഷനൊപ്പം സ്വർണ്ണത്തിന്റെ വിലയും കൂടിയിരിക്കുകയാണല്ലോ. അവിടെ ആൾക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടാവണമെങ്കിൽ അത് കേവലം പബ്ലിസിറ്റി കൊണ്ട് നടക്കത്തില്ല. ഈ ജ്വല്ലറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട തഴക്കവും പഴക്കവും ചെന്ന ആരോ അവരെ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാരായിരിക്കും? അയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു. ഞാൻ ദുബായിൽ പോയതും മുംബൈയിൽ പോയതും കൃത്യമായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ നിസ്സാരമല്ലടാ. നിന്റെ വീട്ടിൽ തന്നെ വലിയൊരു കുറുക്കനുണ്ടല്ലോ. അവന് കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് ബന്ധമുണ്ട്. അതിന്റെ പേരിൽ അവൻ ജയിലിലും കിടന്നിട്ടുണ്ട്. അവൻ ഈ പറയുന്ന ടീമുകളുമായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമാണോ? അവന്റെ ഭാര്യയല്ലേ എൻ ജ്വല്ലറിയുടെ മോഡല്? അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അവന്റെ ഫോൺ നമ്പർ സൈബർ സെല്ലിൽ 1-2 സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആരൊക്കെ വിളിക്കുന്നുണ്ടെന്ന് അപ്പൊ തന്നെ അറിയുന്നുണ്ട്. അവൻ ഈ ഡേവിഡുമായിട്ട് നല്ല കണക്ഷൻ ഒക്കെ ഉണ്ട്. അവൻ ആരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു തരും. എന്തായാലും നമ്മൾ കാണേണ്ടവരെ കണ്ടല്ലോ. അവന് അസാധ്യ ഐക്യമുള്ളവനാ. ഇവിടെ ഇരുന്നുകൊണ്ട് അവൻ കോൾ ചെയ്താൽ മതി. അത് അമേരിക്കയിലാണെന്നും ജർമ്മനിയിലാണെന്നും ഒക്കെ നമുക്ക് തോന്നും. അങ്ങനെയാണ് അവൻ നമ്പർ സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ കഴിവുള്ള ആൾക്കാരെ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തിയ അവരുടെ നമ്പർ പിടിക്കാൻ വളരെ പ്രയാസം. അങ്ങനെ ഉണ്ടെങ്കിൽ അതും അവൻ പറയും. അടുത്ത കൂടിക്കാഴ്ചയിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും. എടാ, നീ ടെൻഷനാവാതെ. അടുത്ത വിഷുവിനല്ലേ അവർ 2ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. ഭാഗ്യവശാൽ എനിക്കും കല്യാണിക്കും അവിടെ കയറി പറ്റാനും കഴിഞ്ഞല്ലോ. അതുകൊണ്ട് വിഷുവിന് മുമ്പ് ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും. പിന്നെ ഈ പറയുന്ന ഡേവിഡിന് പിന്നില് കരുത്തനായ ഒരാളുണ്ട്. അയാള് വെറും ബിനാമിയാണെന്നുള്ള നിന്റെ തോന്നലുണ്ടല്ലോ, അത് 100% സത്യമാവാനാണ് സാധ്യത. എടോ ഡേവിഡേ, ഇത്രയും ഡയമണ്ട് അയാൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലടോ. ഞാൻ ഇവിടേക്ക് വന്നപ്പോ കാര്യങ്ങൾ ഇത്രയും അനുകൂലമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. എന്റെ മോൾ എന്റെ കൂടെ കൂടിയ ശേഷം നമ്മുടെ കയ്യിൽ വന്ന് വീഴുന്നതൊക്കെ വലിയ മീനുകളാ. അതെ. മോള് നല്ല രാശിയുള്ള കൂട്ടത്തിൽ. ഈ വിഷു നമുക്ക് സ്വന്തം അല്ലേ അച്ഛാ? നമ്മളെ തൂക്കിയെന്ന് കൂട്ടിക്കോ മോളെ. ഇതുകൊണ്ടൊന്നും നമ്മുടെ വിജയം അവസാനിക്കരുത് അച്ഛാ. നയന കളക്ഷൻസ് ആ പേര് കേരളം മുഴുവൻ അലയടിക്കുമായിരുന്നു കഴിഞ്ഞ ഓണത്തിനൊക്കെ. അത് ശരിയാ. ഇപ്പോഴും നയന കളക്ഷൻസ് ഡിമാൻഡുണ്ട്. അതിന് വെല്ലുന്ന ഒരു ബ്രാൻഡ് നമുക്കുണ്ടാവണം. AN ജ്വല്ലറിയുടെ ആഭരണങ്ങൾ മാർക്കറ്റ് കീഴടക്കണം. മോള് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ടാലന്റ് ഉള്ള പലരും വന്നിട്ടുണ്ട്. മോളും അവരുടെ വർക്കുകൾ കണ്ടതാണല്ലോ. പക്ഷെ ആരും പോരാ. നയന കളക്ഷൻസുമായി പിടിച്ചു നിൽക്കുന്ന ആരും ആ ലിസ്റ്റിലില്ല. ഇനിയും വരും മോളെ പലരും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആരെങ്കിലും കിട്ടും. പുതിയ ഷോറൂം തുടങ്ങുന്നതിന് മുമ്പ് അത് വേണം. വിഷുവിന് നയന കളക്ഷൻസിനെക്കാളും നല്ല കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിയിൽ ഉണ്ടാവണം. അതോ ഡേവിഡേ, താൻ കുറച്ചുകൂടി അതിനുവേണ്ടി ശ്രമിക്കണം. ഞാനും എന്റെ രീതിയിൽ വേണ്ടത് ചെയ്തോളാം. എന്തായാലും മോളുടെ ഒരു ആഗ്രഹം പറഞ്ഞതാ. അത് മാത്രമല്ല, ആ നയന കുറച്ച് സാമർഥ്യം കൂടുതലുള്ളവളാ. അവൾ ആ തറവാട്ടിലേക്ക് വന്ന ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടായെന്ന് മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോനും ജലജയൊക്കെ ഒരു മൂലയ്ക്കായി പോയത് അവളുടെ വരവോടെയാണ്. അതുമാത്രമല്ല, അമ്മായിയെ പോലും ഒരു സൈഡിലാക്കിയിട്ടാ അവള് കുടുംബകാര്യങ്ങൾ ഏറ്റെടുത്തത്. രാവിലെ മുറ്റത്ത് കോലം വരയ്ക്കും, പിന്നെ പൂജയാ. അത് കഴിഞ്ഞ് അടുക്കളയിൽ കയറും. ഒരു കുടുംബത്തിലുള്ളവരെ സ്വാധീനിക്കാൻ ഇതിനപ്പുറം ഒന്നും വേണ്ടല്ലോ സാറേ. എന്നിട്ടിപ്പോ എന്തായി? അവളുടെ ഭർത്താവും പുറത്തായില്ലേ? ഇനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവരെ പൂട്ടും. അത് ഞാൻ മോൾക്ക് തരുന്ന വാക്ക്. മൂർത്തിസ് ജ്വല്ലറിക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല. വർഷങ്ങളുള്ള മുകളിൽ നിന്നവർക്ക് താഴെ വീണാൽ അതിൽ നിന്ന് പിന്നെ കരകയറി വരാൻ ഒരുപാട് സമയം പിടിക്കുമ്പോൾ. എന്ന് വെച്ചാ നമ്മൾ മാത്രമല്ല, ഇവിടെ മറ്റു പല ജുവലറിക്കാരും മൂർത്തിസ് ജ്വല്ലറിക്ക് മുകളിൽ കയറാൻ പോവുക. അതിന് AN ജ്വല്ലറി ഒരു നിമിത്തമാകുന്നു മാത്രം. ഓ, നീയും ഞാൻ MD കസേരയിരിക്കുന്ന കാണാൻ വേണ്ടി വിളിച്ചാണോ? ഒരിക്കലല്ല. നീ ആകെ വിഷമത്തിലാണല്ലോ. അതുകൊണ്ടേ നിനക്ക് കുറച്ച് ധൈര്യം തരാനായിട്ട് വിളിച്ചതാ. അല്ല, വീഡിയോ കോൾ ആയതുകൊണ്ട് ചോദിച്ചതാ. നിനക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാറുണ്ടല്ലോ. നിനക്ക് അതാണല്ലോ ഇഷ്ടവും. നീ തിരിച്ചും ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങനെ വിളിച്ചപ്പോ നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അല്ല, എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുക MD കസേരയിരിക്കുന്ന മകനെ കാണാനായിട്ട്. നിന്റെ അമ്മ വീണ്ടും മാറിയല്ലേ? അമ്മമാർക്ക് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പൊങ്ങിച്ചു പറഞ്ഞ് നടക്കണമല്ലോ. അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുമ്പോഴാ അത് മനുഷ്യനെ കൂടുതൽ അപകടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇനി ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് തെറിക്കരുതെന്ന് പോലും അമ്മ ചിന്തിക്കും. അല്ല, നീ ആദർശേട്ടനെ വിളിച്ചിരുന്നോ? ആ,
ഇടയ്ക്ക് വിളിച്ചു. എത്രയും വേഗം ഏട്ടൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ഇത് വല്ലാത്തൊരു പരീക്ഷണമാണോ. ഇപ്പൊ നിന്റെ ജ്വല്ലറി വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. ആ സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ കമ്പനിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കണം. പിന്നെ ആദർശേട്ടന്റെ അന്വേഷണത്തിൽ ഞാനും ഭാഗമാവുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന വിശ്വാസം. ദേ നിന്റെ കൂട്ടുകാരനെത്തി നവീനേട്ടൻ. ഞാൻ വിളിക്കാവേ. ഇരിക്കുന്നേ. അനിയാ വിളിച്ചത്. അവനിന്ന് മൂർത്തി ജ്വല്ലറിയുടെ MD ആയല്ലോ. അവൻ സന്തോഷത്തോടെയല്ല ജോലി ഏറ്റെടുത്തത്. അവൻ ഒരിക്കലും ആദർശേട്ടനേക്കാളും വലിയ പൊസിഷനിൽ എത്തണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. എന്നും ആദർശേട്ടന് താഴെ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന മനസ്സവന്. അങ്ങനെയുള്ളപ്പോ ഇതൊന്നും അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല നവീനേട്ട. അല്ല, നവീനേട്ടൻ എന്താ വന്നത്? കേസ് എന്തെങ്കിലും ആണോ? ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന്റെ പ്രോപ്പർട്ടി ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കെട്ടാൻ വേണ്ടിട്ട് ചിലർ കയ്യേറി. ആ കേസ് എന്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. കയ്യേറ്റം തടയാൻ പോലീസിന്റെ സഹായം വേണ്ടി വരും. അത് കേസാവുകയാണെങ്കിൽ ഞാൻ ആ സമ്പന്നനെ കോടതിയിൽ നന്നായി പൊരിച്ചോളാം. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ജീവിത പ്രശ്നമല്ലേ? അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരുപാട് കേസുകളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇതുവരെ ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഒന്നും കിട്ടിയില്ല. ഇനി എപ്പോഴാ അത് വരുന്നെന്ന് പറയാനും പറ്റില്ല. നന്ദു ഈ സ്റ്റേഷനിൽ വന്ന ശേഷം ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഭീഷണിയുണ്ട്. നല്ലൊരു വധശ്രമത്തിന് ശേഷം വീണ്ടും ചാർജ് എടുത്താലേ ഉള്ളൂ. എന്നാലും സാരമില്ല. വിവാഹം കഴിഞ്ഞ് ഭർത്താവും കുട്ടിയും കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എന്റെ ഡ്യൂട്ടി ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. എന്നുവെച്ച് കുടുംബം വേണമെന്നൊന്നും കരുതണ്ട കേട്ടോ. നന്ദുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആള് നന്ദുവിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നവീനേട്ടന്റെ വിവാഹക്കാരി എന്തായി? അതിങ്ങനെ ഒന്നും തൊടാതെ നിൽക്കുക. നടക്കുവാണെങ്കിൽ എന്റെ വിവാഹം അടുത്ത ചിങ്ങത്തിൽ എങ്ങനെ നടക്കണം. അച്ഛൻ മൂർത്തി സാറിന്റെ വീട്ടിൽ പോയിട്ട് മൂർത്തി സാറിന്റെ കൊച്ചുമോളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ലല്ലോ അച്ഛാ. പോണ മോളെ, അതിനു മുമ്പ് മൂർത്തിയോട് സംസാരിക്കാൻ വേണം. അത് നല്ലൊരു ആലോചനയായിട്ട് എനിക്ക് തോന്നുന്നത്. നവീന്റെ അച്ഛനോട് പറഞ്ഞപ്പോ നകുലേട്ടനും ആ ബന്ധം കൊള്ളാന്ന് പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതൊരു നല്ല ആലോചനയല്ലേ. അതിലും വലിയൊരു ബന്ധം നമുക്കിനി കിട്ടില്ല മോളെ. അവനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കും. കുട്ടിക്കാലത്തൊരിക്കൽ നവീനുമായി നമ്മളെല്ലാം അനന്തപുരിയിൽ പോയ സമയത്ത് അവന്തിക മോളുടെ മുത്തശ്ശി തമാശ എന്നോണം മോളോട് ചോദിച്ചിരുന്നു ഇവിടുത്തെ മരുമോളായി ഇങ്ങോട്ട് വരുന്നുവെന്ന്. ഇപ്പൊ അത് ഏതാണ്ട് അറം പറ്റിയ പോലെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അനിയുടെ നല്ല സുഹൃത്താണ് നവീൻ. അതുപോലെ തന്നെ ആദർശന്റെയും. അനന്തപുരിക്കാരുടെ കേസ് ജയിച്ചതോടെ അവനെ ഇപ്പൊ അവിടെ എല്ലാവർക്കും ജീവന. അതുകൊണ്ട് ജാതക ചേരുമെങ്കിൽ ആരും എതിര് പറയില്ല. ഇപ്പൊ അങ്ങനെ ജാതകമൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അച്ഛാ. അതാണ് ഇപ്പോൾ ഉള്ളവരുടെ ഏറ്റവും വലിയ കുഴപ്പം. നല്ലൊരു ബന്ധം ഒത്തു വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് നടക്കണമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. അവിടെ പിന്നെ ജാതകത്തൊന്നും വില കൽപ്പിക്കില്ല. രണ്ടുപേരുടെയും പൊരുത്തം നോക്കുമ്പോ മധ്യമത്തിലെങ്കിലും വേണം. അല്ലാതെ തീർത്തും ജാതകങ്ങൾ ചേരില്ലെങ്കിൽ ആ ബന്ധം നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സന്തോഷമാണെങ്കിലും അത് വേർപിയുന്നത് അതിലിരട്ടി വേദനയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ല, മൂർത്തിയും അയാളുടെ ഭാര്യയൊന്നും ജാതകം ചേരാതെ വിവാഹം നടത്തണമെന്ന് പറയില്ല. അതുകൊണ്ട് ആ ഭാഗമൊക്കെ അവർ നോക്കിക്കോളും. എന്റെ മനസ്സെന്തോ ഈ ബന്ധം നടക്കുമെന്നാ പറയുന്നേ. നടക്കട്ടെ. നടന്നാൽ അത് നമുക്ക് വലിയൊരു കുടുംബവുമായിട്ടുള്ള കൂടിച്ചേരൽ മാത്രമായിരിക്കില്ല, വലിയൊരു ശക്തി കൂടിയായിരിക്കും. ചൂട് കൂടിക്കൂടി വരികയാണല്ലോ. ഇനിയിപ്പോ രാവിലെ ആകുന്നതും കാത്തിരിക്കണ്ട. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ ജയനെ വിളിക്കാം. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടോ? ആർക്കും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഡോക്ടറെ വിളിച്ചാ ഇങ്ങോട്ട് വരുമല്ലോ. ഇങ്ങോട്ട് വന്നാലും ചിലപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയും. അതുകൊണ്ട് ഒന്ന് പോയിട്ട് വരുന്നത് തന്നെയാ നല്ലത്. വേണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. രാത്രിയിൽ എല്ലാവരും ടെൻഷനാക്കും. ജയ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. നിന്റെ അച്ഛന് തീരെ വയ്യ. ഇനി എല്ലാവരും വിളിച്ചോണർത്ത്. എല്ലാവരും അറിയട്ടെ എനിക്ക് അസുഖമാണ്. ആദർശ നയനമോള് ഈ വീട്ടിൽ നിന്ന് പോയത് പിന്നെ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഉന്മേഷവും ഞാൻ കണ്ടിട്ടില്ല. ഏത് നേരവും ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാ അവരെ തിരികെ വിളിക്കാന്ന് പറഞ്ഞാൽ അത് കേൾക്കുകയില്ല. ഞാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇനി ബാക്കിയുള്ളവരും കൂടി അറിയിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ആരോടൊന്നും പറയാത്തത്. പിന്നെ താൻ എന്നെ എഴുന്നേരം കുറ്റപ്പെടുത്തിക്കൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞത്. എന്താ ഒന്നുമില്ലടാ മോനെ, ഒരു ചെറിയ കുളിരും പനിയും. അതിന് അയാൾ ഇറന്ന് നിലവിളിക്കുന്നേ. അയ്യോ, പൊള്ളുന്ന ചൂടാണല്ലോ ചേട്ടാ. ഓരോ നിമിഷം കഴിയുന്നതോറും അത് കൂടിക്കൂടി വരിക. ജയ, എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാനും വരാം. അച്ഛൻ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. പോവാം. എന്നാ പിന്നെ കുടുംബത്തിൽ എല്ലാവരും വിളിക്കേ. ഉത്സവത്തിന് പോകുന്ന പോലെ പോവാം. ഒന്ന് ഉറങ്ങി കഴിയുമ്പോ മാറുമെന്ന് പറഞ്ഞ് ഇയാൾ കേൾക്കുന്നില്ല. നല്ല ചൂടുണ്ടല്ലോ അച്ഛാ. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. എന്നാ പിന്നെ നീ മാത്രം വന്നാ മതി. അവിടെ കിടക്കേണ്ടി ഒന്നും വരില്ല. എങ്കിലും ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോരല്ലോ അച്ഛാ. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞതാ. എന്നിട്ടിപ്പോ അതൊക്കെ മുടക്കുക. ഞാൻ ജയനൊപ്പം പോയിട്ട് വരാം. ഇനി അതിനെപ്പറ്റി ഇവര് സംസാരം വേണ്ട. ഞാനിവിടെ വരാം. കാലിന് വയ്യാത്ത താൻ എന്തിനാ വരുന്നേ? എന്നെക്കാളും തളർച്ചയാതെ എനിക്ക്. ഇനിയിപ്പോ എന്നെ അവിടെ കിടത്തുകയാണെങ്കിൽ നാളെ രാവിലെ താൻ അങ്ങോട്ട് വന്നാ മതി. ഒന്ന് പെട്ടെന്ന് അച്ഛനെ കൊണ്ടുപോയി ചേട്ടാ. അച്ഛാ എനിക്ക് എന്നെ ആരും പിടിക്കൊന്നും വേണ്ട. അത്ര ആവശ്യമൊന്നും എനിക്കില്ല. ഉണ്ടെങ്കിലും സമ്മതിക്കില്ലല്ലോ. അവിടെ ചെന്നിട്ട് വിളിക്കണേ ചേട്ടാ. ആദർശം നയനേം പോയതില് അച്ഛന് വിഷമമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ കാണാതിരിക്കോ? എങ്കിലും സമ്മതിക്കാൻ വയ്യ. എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? എന്താന്നറിയില്ല, മനസ്സിനകത്ത് വലിയൊരു ഭാരം പോലെ. ആദർശേട്ടാ, വീട്ടിലേക്കൊന്ന് വിളിച്ചാലോ? നിന്റെ വീട്ടിലേക്ക്? അല്ല, ആദർശന്റെ വീട്ടിലേക്ക്. കുറച്ച് മുമ്പ് അമ്മ വിളിച്ചില്ലേ? വിളിച്ചു. എന്നാലും ആർക്കും എന്തോ കുഴപ്പം പറ്റിയ പോലൊരു തോന്നല്. ഇനിയിപ്പോ ആ തോന്നല് മനസ്സിൽ വെച്ചിട്ട് ഉറക്കം കളയണ്ട. നീ വിളിക്കേ. അയ്യോ, നയനമോളാണല്ലോ. മോളിനി അറിഞ്ഞോ എന്തോ. ഹലോ മോളെ. അമ്മ ഉറങ്ങിയില്ലേ? ഇല്ല മോളെ. അമ്മേ, അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് പിന്നെ അച്ഛന് ചെറിയൊരു കുളിരും പനിയൊക്കെ വന്നു മോളെ. അച്ഛനെ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക ചേട്ടൻ. അയ്യോ, കൂടുതലാണോ? അങ്ങനെയൊന്നുമില്ല, പനിയുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല.
മോള് പേടിക്കണ്ട. എനിക്കാണെങ്കിൽ അവിടെ ആർക്കും എന്തോ സംഭവിച്ചെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാ ഞാനിപ്പോ വിളിച്ചേ. എന്താ അമ്മേ? ഒന്നുമില്ലടാ, നിന്റെ മുത്തച്ഛൻ ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. ഇപ്പൊ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാവിലെ മുതൽ പനി ഉണ്ടായിരുന്നു. അതറിയില്ലടാ മോനെ, ഇപ്പോഴും നല്ല വിറയിലും ചൂടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പെട്ടെന്ന് ചേട്ടൻ കൊണ്ടുപോയത്. ശരി അമ്മേ, ഞാൻ വിളിക്കാം. ശരി. നയനെ, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. അതെന്തിനാ ആദർശേട്ടൻ മാത്രം പോകുന്നേ? ഞാനും വരാം. ഈ രാത്രിയിൽ നീ വരണ്ട. ആദർശൻ എന്തായി പറയുന്നേ? എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ആദർശന്റെ കൂടെയല്ലേ ഞാൻ വരുന്നേ, അതും ഹോസ്പിറ്റലിലേക്ക്. പിന്നെ എന്തിനാ എന്നെ ഒഴിവാക്കുന്നേ? എനിക്ക് മുത്തച്ഛനെ കാണണം. ഞാൻ പറഞ്ഞില്ലേ ഇത് മുത്തച്ഛന്റെ ജന്മമാസമാണെന്ന്. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ ശയന പ്രദക്ഷിണം നടത്താന്ന് പറഞ്ഞത്. നാളെ നമുക്ക് ക്ഷേത്രത്തിൽ പോണം. എന്നിട്ട് മുത്തശ്ശന്റെ പേരിൽ വഴിപാടുകളൊക്കെ നടത്തണം. മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ അർച്ചനയൊക്കെ നടത്തിയത്. എന്നിട്ടും സമയദോഷം മുത്തച്ഛന് വിട്ടുമാറുന്നില്ല. എന്നോട് മുത്തച്ഛൻ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഇനി നമ്മളെ കാണാത്തതിന്റെ വിഷമം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഇനി വേഷം മാറാൻ നിൽക്കണ്ട, നമുക്ക് പോയിട്ട് വരാം. ശരി ആദർശേട്ടാ.